നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. വഖഫ് വന്നതോടെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആ നിലവിളി ശബ്ദമിടൂ എന്നതുപോലെയാണ്. എന്തൊക്കെ അങ്ങ് പറഞ്ഞിട്ടും മുനമ്പത്തെ ജനങ്ങൾ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നില്ല. ഇതോടെ കോൺഗ്രസ്സുകാർ താടിക്ക് കൈ കൊടുക്കുന്ന അവസ്ഥയിലാണ്. ഇതേ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം മക്കളെ, BJP ഇപ്പോൾ പഴയ BJP അല്ല. പറഞ്ഞതുപോലെ ചെയ്യും. എന്നാൽ ഇനി എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യേ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു കൂടി മുനമ്പത്തെത്തിയതോടെ കോൺഗ്രസ് ഊതിയുറപ്പിച്ച കള്ളങ്ങളൊക്കെ ടപ്പേന്നങ്ങ് പൊട്ടിപ്പൊളിഞ്ഞു വീണു. വഖഫ് ഭേദഗതി മുസ്ലിം സമുദായത്തിന് എതിരാണെന്ന വ്യാജ പ്രചരണം വർഷങ്ങളായി നിലനിന്നിരുന്ന തെറ്റാണ് വഖഫ് നിയമ ഭേദഗതിയിലൂടെ കേന്ദ്ര സർക്കാർ തിരുത്തിയത്. ഏതെങ്കിലും സമുദായത്തെ ലക്ഷ്യമിട്ടല്ല ഭേദഗതിയെന്നും മന്ത്രി വ്യക്തമാക്കി. ചർച്ച് ആക്ട് ബില്ല് കേന്ദ്രത്തിൻ്റെ പരിഗണനയിലില്ല എന്ന് മന്ത്രി പറഞ്ഞു. അത് വെറുതെ ഈ സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു കാര്യമാണ്. ഭേദഗതി ചെയ്തിരുന്നുവെങ്കിൽ ഏത് ഭൂമി വഖഫ് പ്രഖ്യാപിക്കുന്ന സാഹചര്യമാവും ഉണ്ടായിരുന്നു. ഇനി വാക്കാൽ പ്രഖ്യാപിച്ചാൽ വഖഫ് ഭൂമിയാകില്ല, അത് ഓർമ്മ വേണം. കൃത്യമായ രേഖകൾ വേണം. ഡൽഹിയിലെ 1/3 വഖഫ് അവകാശവാദമുണ്ട്. ഇത്തരത്തിൽ 18 ലക്ഷം സ്വത്തുക്കളാണ് അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഭരണഘടനയ്ക്ക് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംവിധാനമായി വഖഫിനെ മാറ്റാനാണ് ഭേദഗതി കൊണ്ടുവന്നത്. മുനമ്പത്ത് ആരുടെയും ഭൂമി നഷ്ടമാകില്ല. നീതി ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഭേദഗതിയിലൂടെ വഖഫ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ കോടതികളെ സമീപിക്കാനുള്ള സാഹചര്യം നിലവിൽ വന്നു. വലിയ വിപ്ലവകരമായ മാറ്റമാണിത്. 5 വർഷം മുസ്ലിമായിരുന്നാൽ മാത്രമേ വഖഫ് ചെയ്യാൻ സാധിക്കൂ. നിയമപരമായി തർക്കം നിലനിൽക്കുന്ന ഭൂമിയും കൃത്യമായ രേഖകളില്ലാതെ ഭൂമിയും വഖഫ് ചെയ്യാൻ കഴിയില്ല. തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് ഈ ഭേദഗതിയിലൂടെ വന്നത്. മുനമ്പത്ത് നടക്കുന്ന ഭൂമി കൈമാറ്റം വഖഫിനെതിരാണ്. എറണാകുളം കളക്ട്രേറ്റോട് മുനമ്പം രേഖകൾ പരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകണം. മുനമ്പത്തെ ജനതയ്ക്ക് ഇനി ധൈര്യമായി നിയമ പോരാട്ടം തുടരാം. ഇതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ വന്നു. നിയമ പോരാട്ടങ്ങളിൽ മുനമ്പം ജനതയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും. വഖഫ് ട്രൈബ്യൂണലിൻ്റെ ഘടനയിലും അധികാരപരിധിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് എതിരായാലും മുനമ്പത്തെ ജനങ്ങൾക്ക് ഹൈക്കോടതിയും സുപ്രീം കോടതിയും സമീപിച്ച് അനുകൂല ഉത്തരവ് നേടാൻ സാധിക്കും. ഇക്കാര്യത്തിൽ എന്തു പറഞ്ഞാലും മുനമ്പത്തെ ജനങ്ങളോടൊപ്പം കേന്ദ്ര സർക്കാർ ഉണ്ട് എന്ന കാര്യം ഒരു സംശയവും വേണ്ട. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.